ഗായ്സ് അങ്ങനെ ഫൈനലി ആയാം എൻ്റെ ഒരു നേപ്പാൾ, എൻ്റെ മൂന്നാമത്തെ രാജ്യം. കാണുന്നത് ഇന്ത്യ, ഈ കാണുന്നത് നേപ്പാൾ. നമുക്ക് നടന്നോട് ക്രോസ് ചെയ്യാം കേട്ടോ, ഇത് ഇന്റർനാഷണൽ ബോർഡറാണ്. വാങ്ങില്ല കേട്ടോ. ഇന്നലെ രാത്രി -4 അടിച്ചു. തീരെ വയ്യായിരുന്നു, ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡല്ലേ, സോ ഇന്നലെ കറങ്ങാനൊന്നും പോയില്ല, കിടപ്പായിരുന്നു. നമ്മൾ നിൽക്കുന്നത് തന്നെ 10,000 ഫീറ്റ് മേലെയാണ്. സോ സമുദ്രനിരപ്പിന്ന് 10,000 അടി മേലെ നമ്മൾ നിൽക്കുന്നത്. സോ പെട്ടെന്ന് ബോഡി ഹൈഡ്രേറ്റ് ആവും. നല്ലപോലെ ഫുഡ് അടിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, അതിലും മെഡിസിൻ ഉണ്ട് ഡീഹൈഡ്രേഷൻ്റെ, അതൊക്കെ നല്ലോണം കഴിക്കാൻ നോക്കുക. സോ ഇന്ന് ഗുവാഹത്തിക്ക് തിരിക്കാനൊരു പ്ലാനില്ല. ഇവിടെ നിന്ന് ബസ്സുണ്ട്, ഒരു 11 മണിക്ക് ഡയറക്റ്റ് ഗുവാഹത്തി ബസ്സുണ്ട്. 1,300 പറഞ്ഞത്. നോക്കട്ടെ, അത് കിട്ടണം, അതിൽ പോകണം. ഇല്ലെങ്കിൽ ഇനി അതർ ഓപ്ഷൻസ് നോക്കണം. സോ തവാങ് അടിപൊളി കേട്ടോ കറങ്ങാനും വേണ്ടിക്കാനും. മൊണാസ്ട്രിയുള്ള നാട് ശരിക്കും. നമ്മൾ ഇന്ത്യ എന്ന് പറയില്ല, നമ്മൾ ഭൂട്ടാൻ, ടിബറ്റൻ കൾച്ചർ ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ എവിടെയാ നോക്കിയാലും മൊണാസ്ട്രി, ആ ഫ്ലാഗ് കാണാൻ തന്നെ പ്രത്യേകം ഭംഗിയാണ്. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഒന്നും പറയില്ല. തവാങ് അടിപൊളി. എന്തായാലും തീർച്ചയായിട്ടും ഒന്നുകൂടി വരും. എനിക്ക് ആ ബുംല പാസ് മിസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യനെ ഒന്നുകൂടി പിടിക്കാം. അങ്ങനെ ആ ടിക്കറ്റ് എടുത്തിട്ടോ, തവാങ് ടു ഗുവാഹത്തി എടുത്തേ. തവാങ് ടു തെസ്പൂർ എടുക്കാം. തെസ്പൂർ 1,100 വരുന്നത്, പക്ഷെ ഗുവാഹത്തി 1,300 ഉള്ളൂ. സോ ഗുവാഹത്തി എടുത്തു. അടിപൊളി സ്ഥലമാണ് തവാങ്, മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസാണ്. അത് വിൻ്ററിലേക്കാണെങ്കിൽ എക്സ്ട്രീം ലെവൽ കോൾഡ് ആയിരിക്കും. ബസ് എടുത്തിട്ടോ, ഒരു ലോങ് ജേർണി, 18 മണിക്കൂറുണ്ട്. സോ ബസ്സിന് ഫ്രണ്ടിൽ തന്നെ കിട്ടി. അപ്പോൾ കാഴ്ചയെല്ലാം കണ്ടിട്ട് പോവാം. ഇനി നേരെ ഗുവാഹത്തിലോട്ടോ, ആസാമിൻ്റെ. അവിടെ നിന്ന് വേണമെങ്കിൽ അടുത്ത പ്ലാൻ ഉണ്ടാക്കാം, എങ്ങോട്ടേക്ക് പോകണോ, നാട്ടിൽ പോകണോ എന്നൊക്കെ. ഇനിയാണ് കഥയുടെ ആരംഭം. സഞ്ചരിക്കുന്ന ബാർ. ഇനിയുള്ള 18 മണിക്കൂർ അതും ഇവന്മാരോടൊപ്പം. തുടക്കം തന്നെ കമ്പനി ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് എളുപ്പമായി. വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർ ചെയ്യാത്ത അറാമ്പറപ്പുകളില്ല. ഒരു ഭാഗത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ വിളി, തീപ്പെട്ടയ്ക്ക് തിരയുന്ന ബസ്സിലെ കിളി, ചായ കുടിക്കാൻ നിർത്തുമ്പോൾ ഉള്ള മദ്യപാനം. ആ മദ്യപാനം പിന്നീട് അങ്ങോട്ട് ബസ്സിലും ആയി. എൻ്റെ ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കൂട്ടുകെട്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ഡേഞ്ചറസ് റൂട്ടിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാണ് ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കാണാൻ. ബസ്സിൽ ചുറ്റും ഫുള്ള് എല്ലാം കണ്ടിട്ട് പോകാമല്ലോ. ഡ്രൈവറൊക്കെ എത്ര ഈസി ആയിട്ടെന്ന് അറിയാം, ഫോൺ സംസാരിച്ച് അതുപോലെ സിഗരറ്റൊക്കെ വെച്ച് പോകുന്നത്. അത് നല്ല എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയാൽ ഇനി കുറച്ചുകൂടി പോയ വെച്ചാൽ സേല പാസ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, 14,000 അടി മേലെയാണ്. അതുകൂടിയുള്ള പോർഷൻ നല്ല കാണിച്ചിട്ടുണ്ട് കേട്ടോ.
ബസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കട്ടോ. ഈ കാണുന്ന 2 ബസ്സേ ഉള്ളൂ സർവീസ് തവാങ് ടു ഗുവാഹത്തി. ബാക്കി ഒരു പെർ ഡേ ഒരു ദിവസം 2 ബസ് കാലത്ത് 11 മണിക്ക് എടുക്കും. ഈ ഒരു ഭാഗത്ത് വിൻ്റർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. വിൻ്റർ തുടങ്ങാതെ തന്നെ രാത്രിയൊക്കെ -6 -7 ആ രീതിയിലായിരുന്നു. ശരിക്കും വിൻ്റർ വന്നു വെച്ചാൽ -15 -17 ഒക്കെ നോർമലാണ്. ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് ആയിരിക്കും ശരിക്കുള്ള വിൻ്റർ. ഫുള്ള് ഐസായിരിക്കും ഈ ഭാഗമെല്ലാം. ഇഷ്ടം പോലെ റൈഡേഴ്സ് വരുന്ന വഴിയാട്ടെ. തവാങ് നല്ല റോഡാണ്. ബിജാറോല്ലേ ബോർഡർ റോഡ് കൊടുക്കുന്ന ശേഷം നല്ല റോഡാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗും കാണാം നമ്മൾ പതുക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാശ്മീരിലെ ലേലടക്കം എങ്ങനെയാണോ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ തവാങ്. എന്തായാലും ഒരു വട്ടം ബൈക്കിൽ വരണം. എന്തായാലും സൂൺ എന്തായാലും ഉണ്ടാവുന്നുണ്ടോ ബൈക്കിൽ. പുറത്തൊടുക്കത്തെ വെയിൽ, അതുകൊണ്ട് കണ്ണാടി വെച്ച് സമയം 3:30 ആയിട്ടുള്ളൂ. സൂര്യമൊക്കെ അസ്തമിച്ചു. ഏറ്റവും ഫസ്റ്റ് സൂര്യ അസ്തമിക്കുന്നത് ഉദിക്കുന്നത് നമ്മുടെ ഹരിതര പ്രദേശത്തിലാണ്. ഒരു 4-4:30 കഴിയുമ്പോഴേക്കും മൊത്തം ഇരുട്ടാവും. അതുപോലെ കാലത്ത് നേരത്തെ സൺറൈസ് വരും. ഒരു 5-5:30 ആകുമ്പോഴേക്കും മൊത്തം വിളിച്ചോ. വീണ്ടും കുറച്ച് മലയാളികളും കിട്ടിയിരിക്കുക. മലപ്പുറം ടീം നമ്മൾ ഹോൺബില്ല് തൊട്ട് കണ്ട് പരിചയമുള്ളതാണ്. സോ myself Das Vijish പിന്നെ അമ്പാടി കണ്ണൻ. ഞങ്ങളൊക്കെ ചായ കുടിക്കുമ്പോൾ ഒരാൾ മാത്രം ഇരുന്ന് ബീർ അടിക്കും. സംസാരിച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിർത്തി കേട്ടോ. ഈ ബസ്സിലെ ഡ്രൈവറെ കണ്ടക്ടർ ഓണർ ഉണ്ടായിരുന്നു. നല്ല കമ്പനി. ആൾ കുറച്ച് നല്ല വീഡിയോസ് എടുത്തു കൊടുത്തു. സോ അവർക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി അവിടെ നമുക്ക് നിർത്തി. അതുപോലെ യാത്ര ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് കണക്ഷൻസ് കുറേ കിട്ടും. നമ്മുടെ പെരുമാറ്റം അനുസരിച്ചുണ്ടോ. നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു 16-17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഗുവാഹത്തി എത്തിയിരിക്കുക. നല്ല ബസ്സോടെ ആയിരുന്നു കേട്ടോ, നല്ല ആൾക്കാർ. അതായത് സഞ്ചരിക്കുന്ന ബാറായിരുന്നു. അതായത് ബാറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ എല്ലാം അത് ചെയ്യായിരുന്നു. സിഗരറ്റ് വലിക്കുക, വെള്ളം അടിക്കുക, ഈസി ആയിട്ട് ഡ്രൈവറൊക്കെ വണ്ടി ഓടിക്കുന്നത് സിഗരറ്റൊക്കെ വലിച്ചിട്ട്. എല്ലാ വൈബായിരുന്നു കേട്ടോ. ആ ഫ്രണ്ടിൽ ബസ്സിന് ഫ്രണ്ടിലിരുന്ന് പോണ യാത്ര അടിപൊളി യാത്രയായിരുന്നു. ഒരു 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സെക്കൻഡ് ക്ലാസ് യാത്ര ആരംഭിക്കാൻ പോകട്ടെ. പക്ഷേ ഈ തവണ പോണത് ഒരു കൺട്രി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കൺട്രി ക്രോസ് ചെയ്യുക, ഇന്നടിക്കുക, ഔട്ട് അടിക്കുക, അതാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ സിലിഗുരി എത്തിയിട്ടോ. ഗുവാഹത്തി നേരെ സിലിഗുരി വന്നു. അത് നമ്മൾ നേപ്പാൾ ബോർഡർ കിടക്കാൻ വേണ്ടി പോവാം. സോ ഇത് നമുക്ക് അടുത്ത സിലിഗുരിയിൽ നിന്ന് ഒരു 25-29 കിലോമീറ്റർ ഉള്ളൂ. സോ ഇനി കളികൾ നേപ്പാളിലാണ്. സിലിഗുരിയിൽ നിന്ന് ബസ് പിടിച്ച് എക്സൽബരി പറഞ്ഞ സ്ഥലമുണ്ട്. അതിലേക്ക് ബസ് കിട്ടും. സോ അവിടെ നിന്ന് പിന്നെ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. എങ്ങനെയാണ് ബോർഡർ ക്രോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണം എല്ലാം കാണിച്ചു കേട്ടോ വീഡിയോയിൽ. പിന്നെ രണ്ടാമത്തെ കൺട്രിയാണ്. ആൾറെഡി ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് നേപ്പാൾ. സോ എക്സൈറ്റിങ്. ബസ്സിൽ വെച്ച് ഒരു അപ്രദേശം ഒരു മലയാളം കിട്ടിയിട്ടോ. ആൾ എൻ്റെ അതേ വൈബാണ്. ഹോൺബില്ല് വന്നു, പിന്നെ തവാങ് കയറി,
മേഘാലയ കയറിയതാ, പിന്നെ നേപ്പാൾ. എൻ്റെ നാട്ടുകാരന് പാലക്കാടുകാരന്. ആളിനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒറ്റയ്ക്ക് സോളം, ഒറ്റ മൈൻഡ്. ലാൻഡ് ഓഫ് എവറസ്റ്റ് പറയുന്ന നേപ്പാൾ, ഇന്തോ നേപ്പാൾ ബോർഡറിലോട്ട് നിൽക്കുന്നത്. പാഞ്ഞിട്ടാക്കി കാണിച്ചു തരാം എങ്ങനെ ബോർഡർ ക്രോസ് ചെയ്യേണ്ട, എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അങ്ങനെ ഫൈനലി ആയാൽ എൻ്റെ ഒരു നേപ്പാൾ, എൻ്റെ മൂന്നാമത്തെ രാജ്യം. മൂന്നാമത്തെ അല്ല, ഇന്ത്യ, UAE, ദെൻ നേപ്പാൾ. സോ ഈ കാണുന്നത് ഇന്ത്യ, ഈ കാണുന്നത് നേപ്പാൾ. നമുക്ക് നടന്നുകൊണ്ട് ക്രോസ് ചെയ്യാം കേട്ടോ, ഒരു ഇൻ്റർനാഷണൽ ബോർഡറാണ്. ക്രോസ് ചെയ്തൊരു ഇൻ്റർനാഷണൽ ബോർഡറാണ്. സോ എത്ര ഈസി ആയിട്ടെന്ന് അറിയാം ഒരു ബോർഡർ ക്രോസ് ചെയ്തേ. ജസ്റ്റ് ഒരു ആധാർ കാർഡ്, ID കാർഡ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ബാഗുണ്ട്, ബാഗൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇൻ്റർനാഷണൽ ബോർഡറാണ്. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി എന്തായാലും ഫ്യൂച്ചറിൽ ഇപ്പോൾ 196 3 കവർ ചെയ്തു, ദുബായ്, നേപ്പാൾ, ഇന്ത്യ. ഇനി എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഫുള്ളായി കവർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും കവർ ചെയ്യും, ഭാഗ്യമില്ല. നമ്മൾ എത്ര എഫേർട്ട് എടുക്കണോ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ച് നടന്നിട്ട് ഒറ്റ കാര്യമില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് മാത്രം കഷ്ടമായിരിക്കും, അത് എനിക്കും ഉണ്ടായിരുന്നു ഈ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ. ഫസ്റ്റ് തുടക്കം ഭയങ്കര കഷ്ടമായിരുന്നു, ഈ ബാഗെല്ലാം തൂക്കിയിട്ട് പോകുന്ന സമയത്തെല്ലാം. പിന്നെ അങ്ങ് സെറ്റായിട്ടാണ്. ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് മാത്രം കുറച്ച് കഷ്ടമായിരിക്കും, അതിന് ശേഷം ഓട്ടോമാറ്റിക്കായി നമ്മൾ ആ രീതിയിൽ പോകും. പക്ഷെ അതിനുള്ള റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ക്രോസ് ചെയ്ത് പാടെ വന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാനല്ല, ഞങ്ങൾ ഹോട്ടലിലേക്കാണ്. ഒട്ടുക്കത്തെ വിശപ്പായിരുന്നു, കാലത്ത് കൊണ്ടൊന്നും കഴിച്ചില്ല. സോ ഒരു ദാളും ഒരു ഓംപ്ലേറ്റും പറഞ്ഞു. സോ ഇനി തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ പോകാന്നുള്ള പ്ലാനില്ല, കാരണം ബോഡി കണ്ടീഷൻസ് ഓക്കെ അല്ല. പിന്നെ വർക്കിനും വിളി തുടങ്ങി. 10 ദിവസം വേണ്ടി ഇറങ്ങിയതാണ്, ഇപ്പോൾ തന്നെ 20-25 ഡേയ്സ് ആവാനായി. സോ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ് എൻ്റെ നേപ്പാൾ യാത്ര. ഒന്നുകൂടി ഒരു വാശി കൂട്ടാൻ വേണ്ടിയുള്ള മാത്രം ഒരു ഫീല് മനസ്സിലാക്കാനും, അതുപോലെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൈ വെച്ച് വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടും, അതിനുവേണ്ടി മാത്രം. സോ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നേപ്പാൾ യാത്ര തുടങ്ങുന്നതായിരിക്കും കേട്ടോ. ഗായ്സ്, അതിന് ബാഗ് മേടിച്ചു കേട്ടോ. നേപ്പാളിൽ വന്നിട്ടൊന്നും മേടിച്ചില്ലെന്ന് വേണ്ട, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, എല്ലാത്തിനും അടിപൊളിയാണ്. സോ നേപ്പാൾ യാത്ര എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇവിടെ മദ്യത്തിന് ഭയങ്കര വിലക്കുറവാട്ടോ. നമുക്ക് എല്ലാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും മദ്യം വിൽക്കുന്നത് കാണാൻ പറ്റും. അത് നേപ്പാളിലല്ല, നോർത്ത് ഈസ്റ്റിൽ തന്നെ എല്ലാവരും കാണാൻ പറ്റും. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശിലൊക്കെ ഹെവിയാണ്, ഭയങ്കര വിലക്കുറവാണ്. അതുപോലെ സിക്കിം. ബാക്ക് ടു ഇന്ത്യ, തിരിച്ചു വീണ്ടും ഇന്ത്യക്ക് കയറിട്ടോ.